ടൈംസ് ന്യൂസ് ഇന്ത്യ അവതരിപ്പിക്കുന്ന ഇന്നത്തെ ദിവസം പരിപാടിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് 2020 നവംബർ 15 ഞായറാഴ്ച, കൊല്ലവർഷം 1196, തുലാം 30. ഇന്ന് കൃഷ്ണഗീതി ദിനമാണ്. സാമൂതിരി മാനവേദൻ രചിച്ച കൃഷ്ണഗീതി എന്ന കാവ്യം ഗുരുവായൂരപ്പന് സമർപ്പിച്ച തുലാം 30 കൃഷ്ണഗീതി ദിനമായി ആചരിക്കുന്നു. ഇന്ന് ബിർസ മുണ്ട ജയന്തി ദിനമാണ്. ബ്രിട്ടീഷ് അധിനിവേശനത്തിനെതിരായി ഛോട്ടാ നാഗപൂരിലെ ആദിവാസി കലാപത്തിന് നേതൃത്വം നൽകിയ ഭഗവാൻ ബിർസ മുണ്ടയുടെ ജന്മദിനമാണിന്ന്. 1875 ബിർസ ജനിച്ചത്. ഇന്ന് സ്റ്റീവ് ഇർവിൻ ദിനമാണ്. മുതലവേട്ടക്കാരൻ എന്നറിയപ്പെടുന്ന ആസ്ട്രേലിയൻ സാഹസിക ടെലിവിഷൻ അവതാരകൻ സ്റ്റീവ് ഇർവിനെ അനുസ്മരിക്കുന്ന ദിനമാണ് ഇന്ന്. ഗ്രഹങ്ങളുടെ ഭ്രമണപഥം ദീർഘവൃത്താകൃതിയിലാണെന്ന് കണ്ടെത്തിയ യോഹന്നാൻ കെപ്ലർ ജർമ്മനിയിൽ അന്തരിച്ചത് 1603 നവംബർ മാസം 15 ആയിരുന്നു. വയനാടൻ കുന്നുകളിലെ കുറിച്യരുടെ തലവനായിരുന്ന തലയ്ക്കൽ ചന്തുവിനെ ബ്രിട്ടീഷുകാർ വധിച്ചത് 1805 നവംബർ മാസം 15 ജസ്റ്റിസ് VR കൃഷ്ണയ്യർ ജനിച്ചത് 1915 നവംബർ മാസം 15. വടക്കേ മലബാറിലെ ചീമേനി കാടുകളിൽ നിന്ന് തദ്ദേശവാസികളായ കർഷകർ തോലും വിറകും ശേഖരിച്ചിരുന്നതിനെ ജന്മിമാർ എതിർത്തതിനെ തുടർന്ന് സമരം പ്രഖ്യാപിച്ചത് 1946 നവംബർ മാസം 15 ആയിരുന്നു. കേരള നവോത്ഥാന ചരിത്രത്തിൽ തോൽവിറക് സമരമെന്ന് ഇത് അറിയപ്പെടുന്നു. ഗാന്ധി ഘാതകരായ നാഥുറാം ഗോഡ്സെയും നാരായൺ ആപ്തെയും അംബാല ജയിലിൽ തൂക്കിക്കൊന്നത് 1946 നവംബർ മാസം 15 സൈലന്റ് വാലിയെ ദേശീയ ഉദ്യാനമായി പ്രഖ്യാപിച്ചത് 1984 ഈ ദിനത്തിലാണ്. നിലയ്ക്കൽ സെന്റ് തോമസ് എക്യുമെനിക്കൽ ദേവാലയം കൂദാശ ചെയ്തത് 1984 നവംബർ മാസം 15 അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ സച്ചിൻ തെണ്ടുൽക്കർ അരങ്ങേറ്റം നടത്തിയത് 1989 നവംബർ മാസം 15 പാകിസ്ഥാനെതിരെ കറാച്ചിയിലായിരുന്നു ഈ മത്സരം. ഭൂദാന സർവോദയ പ്രസ്ഥാനങ്ങളുടെ ഉപജ്ഞാതാവ് ആചാര്യ വിനോബ ഭാവെ മഹാരാഷ്ട്രയിലെ പൗനാവിൽ അന്തരിച്ചത് 1982 നവംബർ മാസം 15 കന്നഡ നടൻ രാജ്കുമാർ കാട്ടുകള്ളൻ വീരപ്പന്റെ പിടിയിൽ നിന്ന് മോചിതനായത് 2000 നവംബർ മാസം 15 ഇതോടെ നവംബർ 15 ചരിത്രവിശേഷങ്ങൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.